യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, കോളേജുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു വലിയൊരു സംശയം കുട്ടികളും പാരൻസിൻ്റെ ഭാഗത്തു നിന്നും എപ്പോഴും ചോദിക്കാറുണ്ട്. അവർ എല്ലാവരും പറയുന്ന ഒരു കാര്യം വെച്ചെങ്കിൽ ഇന്നൊരു കോളേജ് നല്ലതാണോ, അവിടുത്തെ എഡ്യൂക്കേഷൻ എങ്ങനെയുണ്ട്, ഈ കോളേജിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്, ഈ കോളേജിനെ പറ്റിയിട്ട് എങ്ങനെയാണ് അറിയുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളെങ്കിൽ നമ്മൾ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്, ആ ഒരു സ്ഥാപനം അത് ഇന്ത്യയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വാളിറ്റിയാണ്. അത് കോളേജ് ആയിക്കോട്ടെ, അതല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൻ്റെ ക്വാളിറ്റി നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുകയെങ്കിൽ അതിൻ്റെ റാങ്കിങ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വിദേശത്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം QS റാങ്കിങ്, THE റാങ്കിങ്, അതുപോലെ തന്നെ വെബോമെട്രിക്സിൻ്റെ റാങ്കിങ് നമുക്ക് നോക്കാം. നാട്ടിലാണെങ്കിൽ ഈ NAC അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ NBA അക്രഡിറ്റേഷൻസ് ഇങ്ങനത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരിക്കൽ ക്വാളിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ചെയ്യേണ്ട കാര്യം വെച്ചെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ക്വാളിറ്റിയാണ്. പലപ്പോഴും ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് നല്ല ബ്രാൻഡ് ഉണ്ടായിരിക്കും, നല്ല വാല്യൂ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് ചിലപ്പോൾ അത്രയും വാല്യൂ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ യൂണിവേഴ്സിറ്റി വിൽ ബി വെരി നോൺ ഫോർ സയൻസ് സബ്ജക്ട്സ് ആൻഡ് ഓൾ ദിസ് തിങ്. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പക്ഷേ മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ മാനേജ്മെൻറ്റ് പ്രസക്തമാണോ ആ ബ്രാഞ്ച് ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതും കൂടി വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഈ പറയുന്ന കോളേജുകൾ സെലക്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് വെച്ചെങ്കിൽ ഈ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള കോഴ്സ് എത്ര കാലമായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കോളേജുകളിലുണ്ട്. പലപ്പോഴും നമുക്കറിയാം യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ധാരാളം ഗ്രാൻഡ് കിട്ടുന്നതാണ്. അതിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജസൊക്കെ പുതിയ കോഴ്സുകളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ചില കോഴ്സുകളൊന്നും ചിലപ്പോൾ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിക്കൊള്ളുന്നില്ല. അപ്പം യൂണിവേഴ്സിറ്റിയുടെ പേരും ഡിപ്പാർട്ട്മെൻറ്റും നല്ലതാണെങ്കിൽ കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കോഴ്സ് അത് ആ യൂണിവേഴ്സിറ്റി എത്ര കാലമായിട്ട് റൺ ചെയ്യുന്നുള്ളതെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളവിടെ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തൊരു വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയാണ്. എത്ര ഫാക്കൾട്ടീസ് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, അതിൽ എത്ര ആൾക്കാർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണോ, PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സാണോ, ഇങ്ങനത്തെ ഒരു ചെക്കിങ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോളേജിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ആ ടീച്ചേഴ്സിൻ്റെയും ഒക്കെ നമുക്കൊരു ക്വാളിറ്റി അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പല കുട്ടികളും ചെക്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ് പ്ലേസ്മെൻറ്റ് റേഷ്യോ. ഈ പ്ലേസ്മെൻ്റ് ഉള്ള കോളേജുകളാണോ നോക്കിയിട്ട് കുട്ടികൾ സെലക്ഷൻ എടുക്കുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് റേഷ്യോ, അതായത് നമ്മൾ പർട്ടിക്കുലർ ഒരു ഇയറിൽ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളിൽ എത്ര കുട്ടികൾക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട് വിത്തിൻ 3 months or 6 months എന്നുള്ള കാറ്റഗറിയിലാണ് പറയുന്നുണ്ടായിരിക്കുക. അത് ഒരു പക്ഷേ ഒരു 75 and above ആയിട്ടുള്ള കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുകയും നിങ്ങൾക്ക് നന്നായിട്ട് പ്ലേസ്ഡ് ആവാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി അവിടെയുള്ളത് ഇൻഫ്രാസ്ട്രക്ചറാണ്. കോളേജിൻ്റെ സൈസ് എത്രമാത്രം ഉണ്ട്, വലിയ ക്യാമ്പസ് ആണോ, കാരണം നമ്മളൊരു 3-4 വർഷമൊക്കെ പഠിക്കാനുള്ള ഒരു ക്യാമ്പസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു ബിൽഡിങ്ങിൽ മാത്രം കയറി പഠിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാൻ പാടില്ല. അത്യാവശ്യം നല്ല ക്യാമ്പസും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും ഒരു പക്ഷേ നല്ല ലൈബ്രറിയും ജിമ്മും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. എല്ലാത്തിനുപരിയായിട്ട് ഈ യൂണിവേഴ്സിറ്റീസൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ളതല്ലേ എന്നുകൂടി നോക്കണം. അതിന് നിങ്ങൾക്ക് UGCയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യയിലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വിദേശത്താണെങ്കിൽ അതിൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഓരോ കൺട്രിയുടെയും ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കി വെരിഫൈ ചെയ്യാവുന്നതാണ്.